എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു മന്ത്രിയിൽ നിന്നും ഇത്ര വില കുറഞ്ഞ പ്രസ്താവനകൾ വരരുതായിരുന്നു, ജനം കേൾക്കരുതായിരുന്നു. കിറ്റക്സ് കമ്പനി അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഇന്ത്യൻസാണ്. കേരളം എവിടെ ആയിക്കോട്ടെ, ഏത് ഇന്ത്യക്കാരനും എവിടെയും പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹം ആന്ധ്രയിൽ പോയി അവിടെ കമ്പനി തുടങ്ങി. ഇവിടെ കേരളത്തിലും കിറ്റക്സ് ഉണ്ട്. എന്തുകൊണ്ട് അതും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല? കൊണ്ടുപോകണ്ടേ? എന്തൊരു അർത്ഥമില്ലാത്ത പ്രസ്താവനകളാണ്. കിറ്റക്സിൽ ഏതാണ്ട് 10,000 ജോലിക്കാരിപ്പോൾ ഉണ്ട്. കിഴക്കമ്പലത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഫാക്ടറിയിൽ. മന്ത്രിക്ക് ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവന നടത്താൻ അധികാരമുണ്ട്, എന്തും പറയാം. അതാർക്കും, ഇന്ത്യയിലുള്ള എല്ലാ പൗരനും ഉള്ളതാണ്. അതുപോലെ മന്ത്രി അങ്ങ് പറഞ്ഞു. മന്ത്രി ഒന്നും ചെയ്യണമായിരുന്നു. ആ 10,000 പേർക്ക്, ഇപ്പോൾ ഇവിടെ പണി ചെയ്യുന്ന 10,000 പേർക്കും ജോലി ഉറപ്പിച്ച് ആ ജോലി കൊടുത്തതിന് ശേഷം ഗെറ്റ് ലാസ്റ്റ് എന്ന് പറയാമായിരുന്നു. അതിനുള്ള ചങ്കൂറ്റം കാണിക്കാതെ എന്തേ ബാക്കിയെല്ലാം കൂടെ കൊണ്ടുപോയില്ലെന്ന് പറയുമ്പോൾ, കൊണ്ടുപോയില്ല എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിയിൽ നിന്നും ഇതിൽ കുറഞ്ഞ എന്ത് പ്രസ്താവനയാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്? കേരളത്തിൻ്റെ ഗതികേട്, കേരളത്തിലെ ജനങ്ങൾക്ക് ഇങ്ങനെയുണ്ടൊരു മന്ത്രി. മന്ത്രി രാജീവ്, അദ്ദേഹം ഒന്ന് ഓർക്കണമായിരുന്നു. ഇല്ലാത്ത കമ്പനിയുടെ ലിസ്റ്റ് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് നമ്മുടെ അസംബ്ലിയിലൊക്കെ കാണിച്ച് അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം കാണിച്ചതൊന്നും ആൾക്കാർ മറന്നിട്ടില്ല. അതുകൊണ്ട് സാബു എവിടെ പോയും വർക്ക് ചെയ്യട്ടെ, അത് അയാളുടെ സൗകര്യം അനുസരിച്ച് അവർ ബിസിനസ് ചെയ്യും. ഇവിടുത്തെ അന്തരീക്ഷം നിങ്ങൾ ഒരുക്കിയതുകൊണ്ടാണല്ലോ അവർ അങ്ങോട്ടേക്ക് പോയത്. അതുകൊണ്ട് ഇനിയെങ്കിലും ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കുക. നിങ്ങൾക്ക് എന്തും പറയാം, പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അബദ്ധവാക്കുകളാകരുത്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളൊരു സാധാരണ മനുഷ്യൻ, നിങ്ങൾ ഒരു മന്ത്രിയാണ്, പ്രഗത്ഭനായ ഒരു മന്ത്രി. അതുകൊണ്ട് താങ്കളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ തൊഴിലിനെ പറ്റി എത്ര കണ്ട് കേരളം വളർന്നെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നത് IT പാർക്ക്, അത് മുമ്പേ ഉണ്ടായിരുന്നുള്ള ഒരു റണ്ണിങ് ഇതാണ്. പക്ഷേ 10,000 20,000 തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ കേരളത്തിൽ താങ്കൾ ഇതുവരെയായിട്ട് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നു പഴയ മുറുക്കാൻ കടയും തട്ടുകടയൊക്കെ രജിസ്ട്രേഷനിൽ കയറ്റി അതിനെ പെരുപ്പിച്ച് കാണിക്കാൻ മന്ത്രി വളരെ ശ്രദ്ധിച്ചു. അത് ആൾക്കാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. സോ അങ്ങനെയുള്ള ഒരു റിക്വസ്റ്റ്, ഇനിയെങ്കിലും ഇങ്ങനെ വില കുറഞ്ഞ പ്രസ്താവനകൾ ഇറക്കാതിരിക്കുക. ഉള്ള സ്ഥാപനം ഇവിടുന്ന് പൊളിച്ച് മൊത്തം മാറ്റിക്കൊണ്ട് പോകാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ഉളുപ്പ് എത്രയാണെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിൽ തന്നെ താങ്കളുടെ തൊഴിലിനോടുള്ള, മന്ത്രിസ്ഥാനത്തിനുള്ള മനസാക്ഷി എത്രയാണെന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. ഇനി എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.